നമ്മുടെ സെഗ്മെന്റ് ക്രാഫ്റ്റ് വേൾഡ്. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരും അതുപോലെ അമ്മമാരും ഒക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ടല്ലോ. സോ ഇന്ന് നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രസന്ന ചേച്ചിയാണ്. ഹായ് ചേച്ചി, വെൽക്കം ടു ദ പ്രോഗ്രാം. പ്രസന്ന ചേച്ചി കഴിഞ്ഞ ദിവസം ചെരുപ്പിൻ്റെ സോളൊക്കെ വെച്ചിട്ട് മാല ഉണ്ടാക്കിയത് കാണിച്ചു. വളരെ വ്യത്യസ്തമായ ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റായിരുന്നു കാണിച്ചത്. അതുപോലെ ഇന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത്? ഇന്ന് റബ്ബർ ബാൻഡ്, അത് 1 രൂപയ്ക്ക് 4 കിട്ടും. അത് വെച്ചിട്ട് കമ്മലുണ്ടാക്കുന്നു. അത് തന്നെ നെക്ലസ് പോലെ അല്ലെങ്കിൽ മാല പോലെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഡാൻസ് പിള്ളേർക്കൊക്കെ എപ്പോഴും സാധാരണ യൂസ് ചെയ്യുന്ന ഈ റബ്ബർ ബാൻഡ് വെച്ചിട്ടല്ലേ. സോ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ടോ ഈ ഒരു കമ്മലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് പിന്നെ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ ചേച്ചി, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളെ സ്കൂളിലൊക്കെ കെട്ടിക്കൊണ്ടു പോകുന്ന ബണ്ണുണ്ടല്ലോ, അത് തന്നെയാണ്. ചെറുത് രണ്ടായിട്ട് മടക്കണം. എത്രത്തോളം വലിക്കും അത്രത്തോളം വലിക്കണം. എന്നിട്ട് നേരെ രണ്ടായിട്ട് മടക്കണം. മടക്കിയിട്ട് ഈ അറ്റത്ത് ഒരു പൂവിൻ്റെ ഇതള് പോലെ മടക്കണം. എന്നിട്ട് അറ്റത്ത് വെച്ചിട്ട് ഒന്ന് തയ്ക്കണം. പൊട്ടിക്കാൻ പാടില്ല, തയ്ക്കണം. ചിലപ്പോൾ ഇത് മടക്കി വെക്കുമ്പോഴേ അകത്തെ ലെയർ പൊങ്ങാനുള്ള ചാൻസ്. അത് നൂല് ഒട്ടിച്ചു കൊടുക്കാൻ മതി. നമ്മൾ അറ്റത്ത് മാത്രം തയ്ച്ചു കൊടുക്കണം. അല്ല, അകത്തും തയ്ക്കണം. വേണം തയ്ച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഒന്നും വേണ്ട. അവിടെ നടുക്കട്ടെ നമുക്ക് ഒന്ന് നൂല് ഒട്ടിച്ചാൽ മതി. നൂല് വെച്ച് ഗ്യാപ്പ്. പക്ഷെ സൂചി ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. വലിയ സൂചി എടുക്കരുത്. അപ്പോൾ തയ്ച്ച് അറിയാൻ പറ്റും. ഇതിന് ബ്ലാക്ക് ആയതുകൊണ്ട് വലിയ റെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ടുള്ള കമ്മൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. അത് 1 രൂപയുടെ നമ്മൾ യൂഷ്വലി നമ്മൾ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ബണ്ണുണ്ടല്ലോ, കുട്ടി ബൺ. ആ ബൺ യൂസ് ചെയ്തിട്ട് അത് രണ്ടായിട്ട് മടക്കി തയ്ച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഒരു ഗ്യാപ്പ് വരുമല്ലോ അത് മടക്കി വയ്ക്കുമ്പോൾ. ആ ഗ്യാപ്പ് നമുക്കിതുപോലെ നൂലുപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. പൂവിൻ്റെ ഇതൾ പോലെ തയ്ച്ചാൽ മതി. പൂവിൻ്റെ ഇതൾ പോലെ വയ്ക്കാം. എന്നിട്ട് ഈ മടക്കുന്നതിൻ്റെ എൻഡിങ് വെച്ചിട്ട് ബീഡ്സ് തയ്ക്കണം. ബീഡ്സ് അത് ഡ്രസ്സിനനുസരിച്ചുള്ള ഏത് കളേഴ്സ് വേണം വെക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബീഡ്സ് വെച്ചിട്ട് ഇത് ഭയങ്കര സിമ്പിളാണല്ലേ. ഓക്കെ, നമ്മൾ ആ നേരത്തെ തയ്ച്ചുകൊണ്ടിരുന്ന നൂല് ബാക്കി വെച്ചിട്ട് അതിൽ തന്നെ തയ്ച്ചോണ്ട് അതിൽ തന്നെ തയ്ക്കാം. തയ്ച്ചു പിടിക്കണം. എത്ര ബീഡ്സ് ആണോ, ചിലപ്പോൾ ചിലർക്ക് വലുത് 1 വെച്ചാൽ മതിയായിരിക്കും. ചിലർക്ക് 2-3 വെക്കണം. ചിലർക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് വയ്ക്കണം. എങ്ങനെ വേണം വയ്ക്കാം കേട്ടോ. ഫുള്ള് വെച്ചാൽ നല്ലതായിരിക്കും. ഫുള്ള് വെച്ചാൽ കൊള്ളില്ല, ഹാഫ് വെച്ചാൽ. ശരിക്കും ഫോക്ക് ഡാൻസിനൊക്കെ കുട്ടികൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു കമ്മലാണ് തോന്നുന്നത്. ആ ഡാൻസിനൊക്കെ നല്ലതാണ്. കാരണം വെച്ചാൽ വലിയ വില കൊടുത്ത് വാങ്ങുന്നില്ല. അത് വളരെ ചീപ്പായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയത്. അതെ, ഒരു സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡ് വെച്ചിട്ട് കമ്മൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഇത്രയല്ലേ ഉള്ളൂ. മുത്ത് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും കൊടുക്കുക. നല്ലതായിട്ട് തയ്ച്ചത് ഭംഗിയിൽ തയ്ക്കണം. കണ്ടോ, ഭംഗിയിൽ തയ്ക്കാൻ വെച്ചല്ലേ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭംഗിയിൽ തയ്ക്കാന്ന് വെച്ചാൽ കയറി ഇറങ്ങിയിരിക്കരുത്. ഹോളിൽ കൂടെ ചിലപ്പോൾ ഈ മൊത്തം അങ്ങോട്ടും ഡയറക്ഷനൊക്കെ മാറി മാറിയിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ഈ അകത്തെ ഹോളിൽ കൂടി ഒരുമിച്ച് നൂലെടുത്താൽ ശരിയാവോ? അല്ല, എങ്ങനെ വേണം. ഇപ്പം 5-6 ഒന്നിച്ച് കയറ്റിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തയ്ച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് തയ്ക്കാം. അങ്ങനെ വേണം തയ്ക്കാം.
വേണമെന്ന് വെച്ചാൽ അത്രയും കിട്ടും. അത് വെച്ചിട്ട് വെച്ചിട്ട് ഇതിടണം. നമ്മുടെ മറ്റേ കമ്മലായിട്ട് വേണ്ട, കമ്മലായിട്ട് വേണ്ട, കമ്മലായിട്ട് വേണം എന്നുള്ളവർക്കോ കമ്മലായിട്ട് കൊള്ളില്ല, തൂക്കിയിടാൻ. ജിമിക്കൊക്കെയാണോ കമ്മലായിട്ട് ഇടാൻ? ആ അതെ, അതിൻ്റെ കൂടെ തയ്ക്കാൻ വെറുതെ വേണമെങ്കിൽ തയ്ക്കാം. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാം. വളരെ ഇപ്പൊ നമ്മളൊരു 5 മിനിറ്റ് എടുക്കില്ല അല്ലേ ഇത് വയ്ക്കാനായിട്ട്? സ്റ്റിച്ച് ചെയ്യുന്നതല്ലേ നല്ലത്, ഗം യൂസ് ചെയ്യുന്നത് ഇതിനത്ര തയ്ച്ച് ഇത് ഇതായണ്ടേ തയ്ക്കണാണ് നല്ലത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെയർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു കമ്മലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സിമ്പിളായിട്ട് ഒരു ചെറിയ ഹെയർ ബാൻഡ് എടുക്കുക, അതിനെ മടക്കി വെക്കുക, എന്നിട്ട് അത് വലിക്കണം. അത് വലിച്ച് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ആണല്ലേ. ഓക്കെ, അതിനെ മടക്കി വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. പിന്നെ സീക്വൻസ് വെച്ചു, പിന്നെ അതിൻ്റെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം വെച്ചു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്ക്കാൻ അറിയാമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞു പോകുന്നു. സോ കണ്ടോ, ഇതാണ് ഇപ്പോൾ ഇവിടെ ചെയ്ത ആ ഒരു കമ്മല്. ഇതൊക്കെ നല്ല ഭംഗിയാണ്. ദൂരെ ബ്ലാക്ക് കൂടെ ആയപ്പം കുറച്ച് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കൊരു വെറും ഒരു ഹെയർ ബാൻഡിൻ്റെയും മുത്തിൻ്റെയും കാശ് മാത്രമേ ചിലവുള്ളൂ. പിന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്കൊക്കെ മുത്ത് വെച്ച് അല്ലേ? പക്ഷെ മുത്ത് ഇവിടെ നടുക്ക് വെക്കുമ്പോൾ തയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ നടുക്ക് വെക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടില്ല. ഒരു ബുദ്ധിമുട്ടില്ല. നടുക്ക് കൂടെ ഒരു മുത്തൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇത് വേണമെങ്കിൽ മാലയായിട്ട് ഇങ്ങനെ നടുക്ക് വെച്ചിട്ടുണ്ട്. ആ ശരി. മാലയായിട്ടാണെങ്കിൽ ത്രെഡ് ഇങ്ങനെ നല്ല പട്ടിക്കുള്ള കറുപ്പ് ത്രെഡ് കിട്ടും. അതിങ്ങനെ നമ്മൾ കഴുത്തിനനുസരിച്ച് നോട്ട് ഇട്ടിട്ട് ഇത് ഓരോന്ന് വെച്ച് തയ്ച്ച് വെച്ചാൽ മതി. ഒരു 5 എണ്ണം മതി. എന്നിട്ട് ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഇത് തന്നെ തയ്ച്ചിട്ടേ അതിൽ നടുക്ക് 5 എണ്ണം വെച്ചാൽ നല്ല രസമായിരിക്കും. സാരിയുടെ കൂടെ കുറച്ച് നല്ല. ഓക്കെ, അപ്പം ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം വിളിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി അടുത്തത് ഈ മാല ചെയ്യാം. മാല. അടിപൊളി, നല്ലൊരു മാലയാണ്. ഇത് ജൂട്ടിൻ്റെ നൂലാണ്. ഇത് കാണാമോ നിങ്ങൾക്ക്? ഇത് ജൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. ലോക്കറ്റ് ഉണ്ട്, അതുപോലെ ഇത് എന്താണ് ഇതിൻ്റെ ഇടയിലുള്ള ഗോൾഡൻ അല്ല, ജൂട്ട് പലതരം കിട്ടും. ഇത് ഗോൾഡ് ചേർന്നത്, പ്ലെയിൻ ഉണ്ട്, അങ്ങനെ പലവിധം കിട്ടും. നമുക്ക് അതിൻ്റെ ഇടയിൽ ബീഡ്സ് വെക്കണമെങ്കിൽ ആ നോട്ട് ഇടുന്ന കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ വെക്കാൻ അങ്ങനെ ചെയ്യാം. ശരി ശരി. അപ്പോൾ നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള മാല എങ്ങനെ ചെയ്യുകയാണെന്ന് ഇപ്പോൾ നോക്കാൻ പോവാണ്. ജൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചേച്ചി, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഏത് കളറിലാണ് ചെയ്യാൻ പോകുന്നത്? ബ്ലൂ ആണോ? ബ്ലൂ ചെയ്യാം. ഓക്കെ, ജൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മളൊരു മാലയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അത് കാണുമ്പോൾ അത്ര എളുപ്പമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം നമ്മുടെ എനിക്ക് അളവ് വേണ്ട. അത് അളവ് പറയുന്നെങ്കിൽ ഒരു കൈൻ്റെ അളവ് 2, 3 എടുക്കും. അത് ഒത്തിരി നീളം വേണ്ടാത്ത ഒരു കൈൻ്റെ അളവ് 3 അങ്ങനെ 1, 2, 3 ഓക്കെ, 3 ഒരു പീസ് ഇടാം. അതായത് ഒരു സൈഡിൽ തയ്ക്കാണോ? ഒരു അങ്ങനെ 2 പീസ് വേണം. ഇതിപ്പോ ഞാൻ നീളത്തിന് ഉണ്ടാക്കിയിട്ട്, പക്ഷെ ഇത് കഴുത്ത് ഇങ്ങനെ ഇരുമ്പി കിടക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ ലോക്കറ്റിന്റെ അപ്പുറം പ്രത്യേകിച്ചാണോ ഉണ്ടാക്കുന്നത്, അതോ ഇത് ഇത്ര ഒരുമിച്ചാണോ? ഒരുമിച്ച് ഇത് ഒരു പീസ്, ഇതേപോലെ ഒരു പീസും കൂടെ വേണം. നമ്മുടെ കൈ നീളത്തിന് എടുക്കുന്നത്, നമ്മുടെ കൈ നീളത്തിൽ 3 മടക്കായിട്ട് എടുക്കാം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം നമുക്ക്. അപ്പം ഞാൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ചെറുതല്ലേ ചെയ്യുന്നത്, കാണിക്കാൻ വേണ്ടി ഇവിടെ കട്ട് ചെയ്യണം.
കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പുറത്തെ സൈഡ് 2 പീസാക്കി. 2 പീസാക്കി. അല്ല ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഇനിയും വേണോ അതോ ഇത്രയും മതിയോ? ഇത്ര മതി. അപ്പം ആ നീളം വേണമെങ്കിൽ പറഞ്ഞ 3 കൈൻ്റെ അളവ്. ഇതിപ്പോൾ ഞാൻ ചെറുതല്ല ഉണ്ടാക്കുന്നു, കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ 2 പീസാക്കി അതിനെ. ആ അളവെടുത്ത് 2 പീസാക്കി. എന്നിട്ട് ഇത് നേരെ വയ്ക്കാം. ഈക്വലായിട്ട് വയ്ക്കണം. വെച്ചിട്ട് ഇത് ഇവിടെ ഒന്നും വരാൻ പാടില്ല. വേറൊന്നുമില്ല, നമ്മള് ജ്യൂട്ട് ഇത് ത്രെഡായിട്ട് പറഞ്ഞാൽ മതി. ജ്യൂട്ടിന്റെ ത്രെഡ് വേണം. ഞാൻ ആ ഡിസൈൻ വരുന്നത് ഇതൊരു കളറും ഇതൊരു കളറും ഇടാണ്. ഇതെന്തുവാണ്? ജൂട്ട് തന്നെ. ഇത് ബോർഡ് ഇല്ലാത്തത് പ്ലെയിൻ. പക്ഷെ രണ്ടും കണ്ടിട്ട് വ്യത്യാസമുണ്ട്. പിന്നെ ബ്ലാക്കും ഇടുന്നതാണ്. അപ്പോഴേ ഡിസൈൻ കാണാൻ പറ്റില്ല. കുഞ്ചു ചെയ്ത് ബ്ലൂ ആണെങ്കിൽ അല്ല ഒരേ കളർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 കളറാക്കി. ഇപ്പൊ ശരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത് എത്ര നീളത്തിനാണ്? കുഞ്ചു അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ചെറുത് കഴുത്തി നീർന്നു അത്രയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് സാധാ ഒരു മാലയ്ക്ക് നമ്മളില്ല 3 പീസ് വേണം. അതിനെ 2ആയിട്ട് നടക്കണം. അല്ല ഇത് 2 കളർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കോളർ പറ്റിയിട്ടുണ്ടായിരുന്നു. ഹലോ, വെൽക്കം ടു കിച്ചൺ ക്ലാസ് വേൾഡ്. ആരാണ്? അൻസ. അൻസ എവിടെ നിന്ന് വിളിക്കുന്നു? ആഹാ, അൻസാന്നല്ലേ പേര് പറഞ്ഞേ? ആഹാ, ഓർമ്മയുണ്ടോ? ആഹാ, അടിപൊളി. അത് പറയാൻ വിളിച്ചതാണ് കേട്ടോ. ഓക്കെ, എവിടെയാണ് ഫസ്റ്റ് കിട്ടിയത്? സ്കൂളിലാണോ? ഏത് കോമ്പറ്റീഷനാണ്? ഇപ്പൊ നടന്നതാണോ? ശക്തികുളങ്ങര. ഓക്കെ. അപ്പൊ എന്തായിരുന്നു കോമ്പറ്റീഷൻ? എന്തായിരുന്നു? വേസ്റ്റ് കൊണ്ട് ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുന്ന ആ കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ, ഫസ്റ്റ് കിട്ടി. അപ്പൊ കൺഗ്രാറ്റ്സ്, മിടുക്കി കുട്ടിയാണ്. ഓക്കെ, അപ്പൊ കണ്ടോളൂ കേട്ടോ, ബാക്കി കാണും. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത് ഇങ്ങനെ നേരെ 2ആയിട്ട് മടക്കി ഉണ്ടോ? ഓക്കെ, ഇത് 2ആയിട്ട് ഇങ്ങനെ മടക്കി. ഇത് ശരിക്കും നമ്മളിപ്പോ 2 എടുക്കാൻ കാര്യം നമുക്ക് മനസ്സിലാവാനാണ്. മനസ്സിലാവും 2 കളർ എടുത്തത്. ഓക്കെ, ശരിക്കും ഇത് 2 കളർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഭംഗിയായിരിക്കോ ശരിക്കും? ഇല്ല ഇല്ല, ഇത് നമ്മൾ എന്നിട്ട് ഇതിന് ഈ 2 നേരെ മടക്കില്ലോ, ഇതിനെ നടുക്ക് വെക്കുക. ഓക്കെ, ഈ മഞ്ഞ ശരി, മഞ്ഞ നടുക്ക് വെക്കണം. കണ്ടോ? കണ്ടോ? മഞ്ഞ നടുക്കിരിക്കുകയാണ്. നീല 2 അറ്റത്തും. നമ്മളിപ്പോ നീല തന്നെ എടുക്കുമ്പോ മനസ്സിലാവൂല, അതുകൊണ്ട് നമ്മൾ വേറൊരു കളർ ഇവിടെ വെച്ച്. ഇത് നേരെ തന്നെ കിടക്കണം. ഇങ്ങനെ വളഞ്ഞൊന്നും കിടക്കരുത്, നേരെ തന്നെ കിടക്കണം. എന്നിട്ട് നടുക്കിരിക്കുകയാണ് മഞ്ഞ. എന്നിട്ട് ഈ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഇതിന്റെ ഒരു പീസ് എടുത്ത് ഇതിന്റെ പുറത്തൂടെ ഇട്ട് എന്നിട്ട് ഇതിനടുത്ത് ഇങ്ങനെ ആക്കി. എന്നിട്ട് ഈ മഞ്ഞയുടെ അടിയിൽ കൂടെ കൊണ്ടുവന്നു കേട്ടി. നമ്മൾ പറഞ്ഞുതരാം ഒന്നുകൂടെ. നടുക്ക് ഈ മഞ്ഞയുടെ നടുക്ക് നേരെ ഇട്ടണം. എന്നിട്ട് ഇതിനടുത്ത് ഇങ്ങനെ ഇട്ടു. ഇതിന്റെ പുറത്താണ് ഇത് കിടക്കുന്നത്. ഇതിന്റെ അടിയിൽ കൂടെ കൊണ്ടുവരണം. ഇതിന്റെ അടിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഈ മഞ്ഞയെ കൂടെ ഇങ്ങനെ കയറ്റണം. ഇത് തന്നെയാണോ ഫുൾ ചെയ്യാൻ പോകുന്നത്? ഇത് തന്നെ, അപ്പുറം ഇപ്പുറം. എന്നിട്ട് ഇവിടെ തന്നെ പിടിച്ചോണം ഇറക്കി. ഒരുപാട് സമയം എടുക്കുമോ ശരിക്കും? ഇല്ല, വളരെ ഈസിയാ. ഇതാ അടുത്ത് കെട്ടുകയാണെങ്കിൽ നമ്മളിപ്പോ എവിടെയല്ലേ എടുത്തത്, ഇനിയിപ്പം ഇപ്പുറത്ത് ഇതായിട്ടു എന്റെ പുറത്തൂടെ ഇട്ടു. ഈ മഞ്ഞയുടെ കടക്കുന്നു ഇതിന്റെ അടിയിൽ കൂടെ എടുത്തു. ഇങ്ങനെ ഇട്ടതിന് ഇതിന്റെ അടിയിൽ കൂടെ എടുത്തു. കണ്ട? എന്നിട്ട് ഈ പിടിച്ചത് ഈ കൈ കൊണ്ട് പിടിക്കണം. എന്നിട്ട് ടൈറ്റ് ആക്കണം. ശരിക്കും ഇത് ഇപ്പൊ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് കെട്ടുന്നതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് വിളിച്ച് ചോദിക്കാം കേട്ടോ. നമ്മള്
ഇത് നമുക്ക് ഹോണ്ട ഫിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഹോള് വന്നിട്ടുണ്ട്. ശരി. ഇനിയിപ്പം ഇങ്ങോട്ട് ഇത് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടു, അതിന്റെ പുറത്തൂടെ ഇതിട്ടു, ഇതിന്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് കയറ്റി. സാധാരണ നമ്മളൊരു കെട്ടിടുന്ന പോലെ കെട്ടിടുന്ന പോലെ തന്നെ. എന്നിട്ട് ഇതിന്റെ പുറത്തൂടെ അടുത്തത് എടുത്തു കണ്ട. നടുക്ക് ഈ മഞ്ഞ കിടക്കുകയാണ്, നടുക്ക് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇട്ടിക്കുന്നില്ല. ഇനി അടുത്തത് തെറ്റിപ്പോണെങ്കിൽ ഇതിങ്ങനെ ചരിഞ്ഞു പോകും. അവിടെ തെറ്റിപ്പോയി, ഞാൻ അത് ചെയ്തത്. ഇവിടെ വളഞ്ഞിരിക്കുന്നുണ്ട, അത് വളഞ്ഞിരിക്കുന്നുണ്ട. അപ്പൊ നമ്മള് ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പറ അപ്പുറം അപ്പുറം ഇപ്പുറം അങ്ങനെ. അടുത്തത് നമ്മള് ജൂട്ട് കൊണ്ട് നെക്ലെസ് ആണ് ഉണ്ടാക്കാൻ അടുത്തത് ഇപ്പുറത്തിട്ട്. ശരി. ഇപ്പുറത്തിട്ട് ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് വരുന്നുണ്ട. ഇനി അടുത്തത് ഇങ്ങനെ ഇട്ട്. ഇനി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡ്രസ്സിനനുസരിച്ച് ബീഡ്സ് ഇടുന്നെങ്കിൽ ഈ നടുക്കൂടെ ഇടണം. ഇത് ഈ നടുക്കുള്ള രണ്ടെണ്ണത്തിൽ 2 ബീഡ്സ് ഇടണം. ഇതിപ്പോ വലിയ ബീഡ്സ് ഇല്ല, ചെറുതേ ഉള്ളൂ. നടുക്കിട്ടിട്ട് ഈ നോട്ട് തന്നെ ഇട്ടാ മതി. ശരി. കേട്ടാ, നമുക്ക് നടുക്കൊന്ന് ഇട്ട് നോക്കണം. അല്ല, നടുക്ക് വലിയ ബീഡ്സ് ഇല്ല എന്റെ കയ്യില്, കൊണ്ടുവന്നിട്ടില്ല. ഈ ഇതിടാൻ പറ്റത്തില്ല അല്ലേ? വലിയ ബീഡ്സ് ആണ് ഇത് കയറാനായിട്ട്. ശരി. നമ്മുടെ ഔചിത്യം പോലെ എങ്ങനെ ഏത് ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. എന്നിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സ്വന്തമായിട്ട് ഇത് നടുക്ക് കിടക്കുന്നു. ഒന്ന് ആദ്യം ഇങ്ങനെ എടുക്കുക, ഇതിന്റെ പുറത്തുകൂടെ എടുക്കണം, ഇതിന്റെ അകത്തുകൂടെ ആക്കി ഇതാ വലിച്ചു. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും ഇത് കുറച്ച് സമയം എടുക്കും നമ്മൾ തയ്ച്ച് വരാനായിട്ട്, അല്ല കെട്ടി വരാനായിട്ട്. സോ അതിനിടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. നല്ലത് മാത്രം തിരഞ്ഞെടുക്കുന്ന വീട്ടമ്മമാർ കിച്ചൺ ട്രഷേഴ്സിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം അവർക്കറിയാം, കിച്ചൺ ട്രഷേഴ്സിന്റെ മല്ലിപ്പൊടി മേന്മയേറിയ ബദാമി മല്ലി പലതരം ക്വാളിറ്റി ചെക്കുകളിലൂടെ കടന്നാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത്. കിച്ചൺ ട്രഷേഴ്സ് ശുദ്ധമാണ്, വിശ്വസിക്കാൻ. നല്ലത് മാത്രം തിരഞ്ഞെടുക്കുന്ന വീട്ടമ്മമാർ കിച്ചൺ ട്രഷേഴ്സിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം അവർക്കറിയാം, കിച്ചൺ ട്രഷേഴ്സിന്റെ മല്ലിപ്പൊടി മേന്മയേറിയ ബദാമി മല്ലി പലതരം ക്വാളിറ്റി ചെക്കുകളിലൂടെ കടന്നാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത്. കിച്ചൺ ട്രഷേഴ്സ് ശുദ്ധമാണ്, വിശ്വസിക്കാൻ. വെൽക്കം ബാക്ക് ടു കിച്ചൺ ട്രഷേഴ്സ് ഈവനിങ് അവർ ക്രാഫ്റ്റ് വേൾഡ്. സോ നമ്മളിപ്പോൾ ജൂട്ട് യൂസ് ചെയ്തിട്ട് ഒരു മാല എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഔട്ട്കം എന്തുവാണ് നിങ്ങൾക്ക് കാണാം. സോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂട്ട് നൂലെടുത്തിട്ട് 2 കളർ നൂലെടുത്തു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ 2 കളർ എടുത്തിരിക്കുന്നത്. 2 കളർ എടുക്കുന്ന ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ കളർ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. പല കളറിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. സോ അത് വലിയ മാലയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നീളത്തിൽ 3 മടക്കായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ ചെയ്യുന്ന പോലെ കെട്ടി ചെയ്യാം. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രസന്ന ചേച്ചി നമ്മൾ ബ്രേക്കിന് മുമ്പ് നമ്മൾ കെട്ടി തുടങ്ങിയതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം എന്ത് സ്പീഡിലാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന്. എനിക്ക് പണ്ട് ഈ ഓലം അടയുന്ന ആ ഒരു സീൻ ഓർമ്മ വരുന്നു കണ്ടിട്ട്. ഇത് നെക്ലസ് ഇതല്ല, ബ്രേസ്ലെറ്റ് ഇതില് മുത്തിങ്ങനെ തയ്ച്ചു പിടിപ്പിച്ചാൽ മതി നീളത്തിന്. പക്ഷെ നമ്മൾ നടുക്ക് യൂസ് ചെയ്യുന്ന ഒരു നൂല് അത്രയും എവിടെന്റെ അടുത്ത് കാണുന്നില്ല അല്ലേ? അതിന്റെ എന്നാലും മറ്റതിനെ അപേക്ഷിച്ച് ഇത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. നടുക്ക് ഇങ്ങനെ കിടക്കുന്നില്ല. പക്ഷെ അത് ഓരോ കെട്ടിന്റെ ഇടയ്ക്ക് പക്ഷെ കെട്ട് തെറ്റിപ്പോണെങ്കിൽ നടുക്ക് കിടക്കൂല. ഇത് അറ്റത്തോട്ട് വരും, ഇവിടെ വരും, ഇതിവിടെ വരും, അങ്ങനെയൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ കളേഴ്സ് ഇങ്ങനെ. അല്ല, അപ്പൊ ഓരോ കെട്ടിന്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ ബീഡ് വെച്ചാൽ കൊള്ളായിരിക്കും. അത് കൂട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് വെച്ചാലേ നന്നായിരിക്കുള്ളൂ. പക്ഷെ ഇത് ബീഡ് വെക്കാത്ത മാലയാണ് ശരിക്കും പറഞ്ഞേ. കാണിച്ചു തരാം. ഇത് കെട്ടി കഴിഞ്ഞ നമ്മൾ ഇത് തന്നെയാണോ ഇനി കണ്ടിന്യൂ ചെയ്യണം? എടുത്തിട്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ട് ഇത് നല്ല ഭംഗിയുണ്ട്. കളർ കോൺട്രാസ്റ്റ് അതാണ് ഞാൻ കെട്ടി വെച്ചിട്ടുള്ളത്. കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മള് ബ്ലാക്കും
ബ്ലാക്ക് ബ്ലൂം യൂസ് ചെയ്ത് ബ്ലൂ എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇതേപോലെ ലാസ്റ്റ് ഇതാ ഇങ്ങനെ കെട്ടി കെട്ടി വരുമല്ലോ. എന്നിട്ട് നമുക്ക് ഇതിനെ പിടിച്ചിട്ട് ഒരു നോട്ട് ഇട്ടിടുക. ഓക്കെ. ഇത് ശരിക്കും നമ്മൾ സമയപരിമിതി ഉള്ളത് കൊണ്ട് കുറച്ച് കെട്ടി കാണിച്ചേ ഉള്ളൂ. ഇത് നിങ്ങൾ എത്ര നീളത്തിനാണോ എടുക്കുന്നത് അത്രയും ഇത് കെട്ടി നോക്കിയാൽ ഇത് കണ്ടോ, ഇത്രയും നീളത്തിനാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ ഇത്? അപ്പം ഇത്രയും നോട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഒരു നോട്ട് ഇട്ടു. കണ്ടോ എവിടെയാണ് നോട്ട്? ഇതിനകത്താണെങ്കിൽ നമ്മൾ എവിടെയാണ് നോട്ട് ഇടുന്നത്? ഈ അറ്റത്ത്. അപ്പൊ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ അറ്റത്ത് നമ്മൾ നോട്ട് ഇട്ടു. കണ്ടോ? എന്നിട്ട് രണ്ടോ നോട്ട് ഇടാം. ത്രെഡ് ജൂട്ട് ആയതുകൊണ്ട് ഇത് ഇറുകി ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടില്ല, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് വേണമെങ്കിൽ പശ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അത് ഗ്ലൂ ഗൺ യൂസ് ചെയ്യണോ? എന്ത് വേണോ, ഈ ഇത് മതി, ഫെവിബോണ്ട് മതി. വെച്ചിട്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഒട്ടി പിടിച്ചോളൂ. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഇവിടെ ഹോളുണ്ട്, ഇവിടെ ഹോളുണ്ടല്ലോ, അതിൽ ഹോണ്ട് എടുക്കുക. അപ്പം ശരിക്കും ഫാഷനായിട്ട് നല്ല എല്ലാവരും ഇടുന്നത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ ലോക്കറ്റ് വരുന്നെങ്കിൽ അത്രയും നീളം വേണം. ഓക്കെ. ഇങ്ങനെ ഇരിക്കുന്നതാണ് സാധാരണ ചെയ്യുന്നത്. പിന്നെ ലോക്കറ്റ് വേണമെങ്കിലാണ് ആ നീളം വേണമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കുറച്ച് നീളം മതി. ഓക്കെ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ സാരിയുടെ കൂടെ വലിയ ലോക്കറ്റ് ഉള്ള വലിയ ലോക്കറ്റ് ഇത് ഹോണ്ട ചെയ്താൽ മതി. ഈ ഹോളിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. യൂഷ്വലി നമ്മള് മാല ചെയ്യുന്ന പോലെ. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ എന്താ ചെയ്തെന്ന്. ഇപ്പൊ നമ്മള് ചെറുതായിട്ട് ചെറിയൊരു മാല ചെയ്തെടുത്ത് നെക്ലസ് ചെയ്തെടുത്തേക്കുവാണ്. അത് വളരെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു കെട്ട് ഇങ്ങനെ വന്നപ്പോ അല്ലാത്ത ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. സോ ഇത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ജൂട്ടിന്റെ ത്രെഡ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. സോ അത് എടുത്തിട്ട് ഈ നേരത്തെ കെട്ടിയത് അതൊന്നുകൂടെ കാണിക്കാൻ ഇപ്പൊ പറ്റുമോ? ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ആയിക്കാം. കാരണം അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എങ്ങനെ കെട്ടിടുന്നു എന്നുള്ളതാണ്. അതൊന്നുകൂടെ കാണിച്ചു തരാം. എന്നിട്ട് അതിന്റെ അറ്റത്ത് നമ്മൾ നോട്ട് ഇട്ടിട്ട് ഒരു ഗ്ലൂ വെച്ച് അത് നമ്മൾ ഒട്ടിച്ചു വെച്ചു. പിന്നെ ഈ മാലയുടെ ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് ജൂട്ട് അതല്ലേ? ഹോണ്ട. ഓക്കെ. ബാക്ക് ത്രെഡ് നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ്. സോ ഇനി ലോക്കറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ ഇനി കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ആ ത്രെഡ് കെട്ടുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു 2 കെട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കെട്ടിടേണ്ടത്. കാരണം അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇതിനകത്ത്. 2 പേര് നേരെ നോക്കിയ. ഓക്കെ. എന്നിട്ട് 2നെ നേരെ മടക്കണം. രണ്ടും മടക്കി ഈ നടുക്ക് ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ, മറ്റേ സൈഡ് കട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അല്ല, ഒരു സൈഡ് മാത്രം. 4 വേണമല്ലോ. 4 വേണം. എന്നിട്ട് 4 ഇരിക്കുക. മേളില് മഞ്ഞ ഇരിക്കുന്ന താഴെ നടുക്ക് തന്നെ ഈ വിരല് ഇതിനകത്ത് പിടിക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം. എന്നിട്ട് ഇതാ ഇങ്ങനെ കിടക്കുവാണ്. ഇതെടുത്ത് ഇങ്ങനെ വെച്ചു. ഇതെടുത്ത് അതിന്റെ പുറത്തോടെ ഇട്ടു. ഇതെടുത്ത് ഇങ്ങനെ വെച്ചു. ഒന്ന് അതിന്റെ പുറത്തോടെ ഇട്ടു. എന്നിട്ട് ഇതിന്റെ അടിയിൽ കൂടെ കൊണ്ടുവരിക. എന്നിട്ട് ഈ ഹോളിൽ കൂടെ കയറ്റി. കണ്ട? എന്നിട്ട് ഇവിടെ ഇറുക്കി പിടിച്ചോണം. എന്നാലേ കണ്ട? എന്നിട്ട് അതേപോലെ ആദ്യത്തെ കെട്ട് മാത്രം ഒരുപാട് ഇറുക്കേണ്ട കാര്യമില്ല. ഒരു ഹോള് വേണോ ഇവിടെ? അതെ, ഇങ്ങനെ ഇറുക്കി പിടിച്ചാലേ നമുക്ക്, ഇല്ലെങ്കിൽ അത് ലൂസായി പോകും. വലിയ ഹോളാവും. കണ്ടാ? ശരി. എന്നിട്ട് ഈ നടുക്ക് തന്നെ കിടക്കുന്നുണ്ടാ. 4 ഈ കളേഴ്സ് ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഈ കെട്ടിടുക. ഇത് റൈറ്റ് സൈഡിൽ. ഓക്കെ. നമ്മുടെ പ്രേക്ഷകർക്ക്
ഈ നോട്ടിടുന്ന എങ്ങനെയാണ്, അല്ല കെട്ടിടുന്ന എങ്ങനെയാണ്, രണ്ടും ഒന്നാണല്ലേ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കിനി എന്റെ ലോക്കറ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിന്റെ പേര് എന്താ പറയുന്നത്? നമ്മള് കെട്ടിടുന്നു തന്നെയാണോ പറയുന്നത്? പ്രത്യേകിച്ച് എങ്ങനെ പേരുണ്ടോ? പേരില്ല, കെട്ടി കെട്ടി അങ്ങ് പോയാൽ മതി. കെട്ടി കെട്ടി പോയാൽ മതി. ഇങ്ങനെ ഇങ്ങനെ വരും. കാരണം നമ്മൾ തയ്യലാകുമ്പോ ചങ്ങല തയ്യൽ എന്നൊക്കെ പറയില്ലേ? ചങ്ങല തയ്യൽ പോലെ തന്നെ വരുന്നത്. ഇനി അടുത്തത് നമുക്കിനി ഇതിന്റെ ലോക്കറ്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. ലോക്കറ്റ് നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാം. ഇത് കണ്ടോ, നല്ല റൗണ്ട് ഷേപ്പിലൊരു ലോക്കറ്റാണ് ഈ കാണുന്നത്. അതെങ്ങനെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പം നോക്കാം. കറക്റ്റ് ഈ റൗണ്ട് ഷേപ്പ് എങ്ങനെ കിട്ടിയെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരു ആകാംക്ഷ കാണുമല്ലോ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കളയുന്ന ബാഗില്ലേ, അതിന്റെ അടിയിൽ ഒരു ഇത് ടയർ പോലത്തെ സാധനം. ഞാൻ കാത്തിരിക്കുവായിരുന്നു ഏത് ബേസ് പ്രോഡക്റ്റ് ആണ് എടുക്കാൻ പോകുന്നതെന്ന്. അതെടുത്ത നല്ല ഷേപ്പിന് കിട്ടും നമുക്ക്. ഈ ബാഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഊട്ടുന്ന ബാഗ് അല്ല, സ്കൂൾ ബാഗ് എല്ലാത്തിലും കാണും എന്റെ അടിയിൽ ഇങ്ങനെ. അപ്പൊ മോന്റെ സ്കൂൾ ബാഗിന്റെ ആണ് ഞാൻ എടുത്തത്. കൊറേ ലോക്കറ്റ് അല്ല കായം വെച്ചിരുന്നു, കൊറേ ലോക്കറ്റ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. നല്ല ഷേപ്പിന് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നല്ല വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ പെയിന്റ് ചെയ്യാം. വേണമെങ്കിൽ അത് വരുന്നോണ്ട് ഇത് കംപ്ലീറ്റ് കവർ ചെയ്ത് വരുമല്ലേ? അല്ല, ഇതിപ്പോ ഞാൻ അതിൽ ബ്ലാക്കിൽ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആണെങ്കിൽ ഇല്ലെങ്കിൽ ഏത് കളറുടെ പെയിന്റ് ചെയ്യണം. ശരി ശരി. പെയിന്റ് ചെയ്തിട്ട് ഇതിപ്പോ ഈ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഇല്ല ഇല്ല, ഗം യൂസ് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് ഈ നൂലെടുക്കണം. നൂല് അളവ് പറയുന്നില്ല, നമ്മളെ വലിപ്പം അനുസരിച്ച്. ഇതിപ്പോ ഞാൻ ഇത്രയാണ് ചെയ്യണമെങ്കിൽ ഈ ത്രെഡ് വെച്ച് ചുറ്റി 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 വലിപ്പം അനുസരിച്ചാണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതിപ്പോ നമ്മള് പെയിന്റ് ഇത് ചുറ്റിയിട്ടാണോ പെയിന്റ് ചെയ്യേണ്ടത് അതോ അതിന് മുമ്പ് തന്നെ പെയിന്റ് ചെയ്യുന്നത്? അതിന് മുമ്പ് പെയിന്റ് ചെയ്യണം. ഇപ്പൊ ബ്ലൂ ആണ് ചെയ്യുന്നെങ്കിൽ ബ്ലൂ പെയിന്റ് അടിക്കണം. ബ്ലാക്ക് ആണ് ബ്ലാക്ക്. സാധാരണ ഇത് ബ്ലാക്ക് ആണ് കാണുന്നത്. ഇതിപ്പോ ഞാനിപ്പം ഇത് ഒരു ചെറുതായിട്ട് പശ തേച്ചിട്ടേ, ഈ പശ ഇങ്ങനെ തേച്ചിട്ട് എന്റെ നല്ലതായിട്ട് കൂർത്ത് നല്ല പിരുന്ന് നടക്കരുത്. ഈ ഒരു ഇത് തന്നെ പല സൈസിലും കിട്ടുമോ? ഏത് ഈ ബാഗിൽ നിന്ന് എടുക്കുന്നത് തന്നെ പല സൈസിലും ഉണ്ടാവും? ഈ സൈസിലേ കിട്ടുള്ളൂ. അത് നമുക്ക് കുറച്ചുകൂടെ വലിയ സൈസ് വേണമെന്നുണ്ട്. വലുത് നമ്മൾ ചുറ്റണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോൾഡ് പോലെ എന്തെങ്കിലും വേസ്റ്റ് ആയ സാധനം. ആക്ച്വലി നമ്മൾ മോൾഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ല, എനിക്കറിയില്ല, ഞാൻ പിന്നെ വേസ്റ്റ് സാധനങ്ങൾ ചെയ്യുന്നോണ്ട് അങ്ങ് എടുത്തന്നേ ഉള്ളൂ. ഇത് വേണ്ട, ചുറ്റി ഇങ്ങനെ ചുറ്റി 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 വരണം. ആദ്യമായിട്ട് ഒരു ഇങ്ങനെ ഒരു ഇതായിട്ട് ഇട്ടു. പ്ലഗ് ഗ്ലൂ ഗൺ വേണമെങ്കിൽ വെക്കാം, പശ വേണമെങ്കിൽ വെക്കാം. എന്നിട്ട് അതിപ്പോ തൽക്കാലം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാനാണ് നമ്മളിപ്പോ ഇതില് വെക്കുന്നത്. ഒരു ശകലം റൗണ്ട് ചെയ്തിട്ട് അതിലൊട്ടിക്കാം. അതിന്റെ മുകളിൽ തന്നെയാണ് അല്ലേ? മുകളിൽ ഇതിന്റെ പുറത്ത് വെച്ച് കാണിച്ചു. ഗ്ലൂ ഗൺ തേച്ചു അതിന്റെ പുറത്ത് വെച്ചുണ്ടോ? രണ്ട് വേണ്ടി വെട്ടണം. വെട്ടുന്ന സമയം വേണം അല്ലേ? ഗ്ലൂ ഗൺ ആണെങ്കിൽ മതിയോ അത്രേ, അതോ ഏത് പശ ആണെങ്കിലും നമുക്ക് കുറച്ച്? അല്ല, ഗ്ലൂ ഗൺ ആണ് കുറച്ച് നല്ലതായിട്ട് ഇരിക്കുന്നത്. ചുറ്റും വെക്കാം. ഓക്കെ, പശ ഫുൾ തേച്ച് വെച്ചിട്ട് ഫുള്ള് തേച്ച് വെക്കരുത്, അത് ഇതായിപ്പോ. ഇത് നമ്മൾ ചുറ്റി ചുറ്റി ചുറ്റുമ്പോൾ തന്നെ കുറച്ച് ചരിഞ്ഞൊക്കെ പോണെങ്കിൽ ഇങ്ങനെ ഷേപ്പിന് നമ്മൾ കൈ വെച്ചിട്ടേ ഷേപ്പ് ആക്കി കൊടുക്കണം. പെട്ടെന്ന് ഒട്ടും ഈ ഗ്ലൂ ഗൺ ആണെങ്കിൽ. ഞാൻ അതൊക്കെ ഈ പശ ഇട്ടാ ഒട്ടിച്ചത്. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ ഇത് ചെയ്യാനായിട്ട്? ബുദ്ധിമുട്ടില്ല, കുറച്ച് മെനക്കേടുണ്ട്.
ഒരു മാലയെല്ലാം ലോക്കറ്റാക്കി എടുക്കണ്ടേ? ആ ശരിയാണ്. ഇതൊക്കെ എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് സമയം കിട്ടുന്നത്? ഞാൻ ഒരെണ്ണം എടുത്തിട്ട് പരീക്ഷിക്കും. നമ്മുടെ അമ്മമാരുടെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ സമയം ഇല്ലാന്നൊരു പ്രശ്നമാണ്. എപ്പോഴാണ് ഞാന് ഇത് എന്തെങ്കിലും കാര്യം കിട്ടുമ്പം ഞാൻ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പിന്നെ ഏത് രാത്രിയായാലും ഇരുന്ന് അങ്ങ് പരീക്ഷിക്കും. ചുറ്റുക. ശരിക്കും നമ്മൾ ഈ ആ സാധനം എന്നെ തന്നെ വെച്ചേക്കാം, അത് കളയുന്നില്ല അല്ലേ? കളയുന്നില്ല, നല്ല ഷേപ്പിന് കിട്ടും. നമ്മളിപ്പോ ജൂട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് മാല ഉണ്ടാക്കുന്നതെന്നാണ് കണ്ടോണ്ടിരിക്കുന്നത്. സോ മാലയുടെ ലോക്കറ്റാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ബേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാഗിൽ നിന്നൊക്കെ കളയുന്ന, അതിന്റെ പേരെന്തുവാണ്? പേരുണ്ടോ അതിന്? അത് സ്റ്റാൻഡ് പോലെ ഇങ്ങനെ. ഓക്കെ, ബാഗിൽ നിന്നൊക്കെ നമ്മള് ബാഗിന്റെ അടിയിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മള് ലോക്കറ്റ് ഉണ്ടാക്കാൻ എടുക്കുന്നത്. സോ അത് എടുത്തിട്ട് നമ്മള് ത്രെഡ്, നമ്മള് നേരത്തെ യൂസ് ചെയ്ത് ജൂട്ടിന്റെ ത്രെഡ് തന്നെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഗം യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്തിട്ട് ഈ മോഡലിന്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പതുക്കെ കുറച്ച് ഗം തേച്ചിട്ട്, ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ കുറച്ച് ഗം തേച്ചിട്ട് നമ്മളത് ചുറ്റി വെക്കുക. അപ്പൊ നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് നമുക്ക് ചുറ്റി വെക്കാം. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു മോഡലിന്റെ കംപ്ലീറ്റ് നമ്മൾ ചുറ്റിയിട്ടുണ്ട്. സോ അതുവരെ ചുറ്റാൻ ഇച്ചിരി ഈസിയാണ്, കാരണം സാധനം അടിയിലുണ്ടല്ലോ. ഇനി അടുത്ത് ചുറ്റാൻ വേണമെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് കയ്യില് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇതിന്റെ അടിയിൽ കൂടെ പശ തേക്കുക. അടിയിൽ ചുറ്റണോ? അടിയിൽ പശ തേച്ചിട്ട് ഇല്ലെങ്കിൽ കാണാൻ പറ്റും കുറച്ച്. കണ്ടോ, ആ ഒരു വളരെ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നമ്മൾ കറക്റ്റ് ആ ഒരു അളവിന് നമ്മൾ ചുറ്റിയെടുത്ത് അത് ഒന്ന് പൊങ്ങിപ്പോവാതെയൊക്കെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. എളുപ്പം ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ചും കൂടെ പതുക്കെ ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് ചുറ്റാനായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഇത്രയും റൗണ്ട് ചെയ്ത് നിർത്തുവാണോ? ഇത്രയും റൗണ്ട്. സീക്വൻസോ